നമസ്കാരം. മീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. മാർക്കറ്റിനെ കഷ്ടപ്പെട്ട് മേളിൽ കയറ്റി വെച്ചിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി താഴെയാണ് കിടക്കുന്നു. മാർക്കറ്റ് നെഗറ്റീവായി പോയി പിന്നെ കുറച്ച് ഫ്ലാറ്റായി ഇപ്പോൾ 120 പോയിന്റ് പ്ലസ്സിലിരിക്കുന്നു. ഇതൊക്കെ ഫാൾസ് വാല്യൂ ആണ്. ബാങ്ക് നിഫ്റ്റീനെ ഹരിച്ച് പിന്നെ എടുക്കുന്നു. എസ് ഐ ഐ ടി സ്റ്റോക്കിൽ എച്ച് സി എല്ലിനെ പിടിച്ചു വെച്ച് മാർക്കറ്റിനെ തൂക്കി വെച്ചിരിക്കുന്നു. ഇത് എത്രയും ദിവസം ഇങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ പറ്റൂല. ഇത് എന്തെന്ന് വെച്ചാൽ ഒവ്വൊരു അടിയിലും നിങ്ങളെ കാശിന് മ്യൂച്വൽ ഫണ്ട് ചിലവാക്കിയിരിക്കാം, LICയും ചിലവാക്കിയിരിക്കാം. ഇതിൽ വന്നിട്ട് നമ്മളെ പട്ടാസ് ലിസ്റ്റിലുള്ള ഒരുപാട് സ്റ്റോക്സ് നല്ല വാല്യൂവിലിരിക്കുന്നു. നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇന്ന് എന്താണ് മുഖ്യ വാർത്ത എന്ന് നോക്കാം. സ്വർണത്തിൻ്റെ വില താഴെ ഇറങ്ങിയിട്ടുണ്ട്. 13,950 ഒഫീഷ്യലായിട്ട് പറയുന്നു. 13,800 വരയ്ക്കും കിട്ടും. 22 ക്യാരറ്റ് ഗോൾഡാണ്. 15,000 താഴെ കിട്ടും 24 ക്യാരറ്റ് ഗോൾഡ്. വെള്ളി 300 എന്ന് പറയുന്നു. 300എങ്കിൽ ആരും വാങ്ങൂല. ഒഫീഷ്യലായിട്ട് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 2,40,000 രൂപ തന്നെ വെള്ളി. അവൈലബിൾ ഫോർ 20th ഫെബ്രുവരി ഡെലിവറി 2,45,000. മാർക്കറ്റിൽ 220ക്ക് കുറവായിട്ട് ആരും വാങ്ങൂല. 4,00,000 ഇരുന്ന സാധനം 2,20,000 രൂപയ്ക്ക് തന്നെ ഇപ്പോൾ വാങ്ങും. ഞാൻ പറഞ്ഞ 45% വെള്ളുന്നു മാർക്കറ്റിൽ. അടി എന്ന് പറഞ്ഞ ഒരു ഭയങ്കരമായിട്ടുള്ള അടിയാണ്. MCXൽ രാവിൽ 2,45,000 കണ്ടായിരുന്നു. ഫെബ് 28 ഡെലിവറിയാണ്. നിങ്ങൾ ഒരുപാട് ചോദിക്കുവാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ വാങ്ങി തന്നുകൊണ്ട് 245ക്ക് ഡെലിവറി എടുക്കും. അതും 28-ാം തീയതി. 26 ദിവസത്തിന് നിങ്ങൾ 55,000 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു എന്നാണ് അർത്ഥം. അത് അബ്സോർഡാണ്, ഡെഫിനറ്റായി നടക്കില്ല. രൂപയെ കഷ്ടപ്പെട്ട് 9150 9160 വച്ചിരിക്കുന്നു. ആണ് മെയിനായിട്ട് ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്. ഗോൾഡ് എന്താണ് താഴെ ഇറങ്ങി എന്നതിനെ കുറിച്ച് ബ്ലൂംബർഗിൽ ഒരു വലിയ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഗോൾഡ് ആൻഡ് സിൽവറിന് ഹൈക്കിലിരിക്കുമ്പോൾ കെവിൻ വാഷ്വാറിന് 1 അവറിൻ്റെ മുമ്പേ ചൈനയിൽ വിൽക്കാൻ തുടങ്ങി എന്ന ഒരു ന്യൂസ് വന്നിരിക്കുന്നു. ചൈനയിൽ ആര് വിറ്റു ആര് വിറ്റില്ല എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ചൈനയിലിരുന്ന് ഒരു ഹെവി സെല്ലിംഗ് പ്രഷറാണ് കാരണമാണ് മാർക്കറ്റ് വളരെ അടിപെട്ട് താഴെ ഇറങ്ങിയത്. ഒരേ ദിവസത്തിൽ വെള്ളി വന്നിട്ട് $73 വരയ്ക്കും ഇറങ്ങി പിന്നെ 80-ൽ പോയായിരുന്നു. ഇപ്പോൾ വെള്ളി മാർക്കറ്റിൽ ഭയങ്കര അടിയാണ്. ഗോൾഡും അതുപോലെയാണ്. എന്തെന്ന് വെച്ചാൽ ചൈന മാർക്കറ്റിനെ ഫ്ലഡ് ചെയ്തു. ഇതിനുശേഷം കെവിൻ വാഷ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ റെപ്യൂട്ടേഷൻ ഒരു റീസണാ വെച്ച് ഇന്നും ഇറക്കിയ സ്റ്റോക്കിന് ആരൊക്കെ ചീപ്പാ വാങ്ങി വെച്ചിരുന്നു അവരൊക്കെ നല്ല കാശ് നോക്കി ട്രേഡിങ്ങിൽ അവസാനം ആരാണ് എൻ്ററായോ അവരാണ് ഇതിൽ അകപ്പെട്ടത്. വെള്ളിയിൽ ആരൊക്കെ 2,00,000 എൻ്ററായോ അവരും പ്രോബ്ലത്തിലാണ് ഇരിക്കുന്നു. 220ൽ വിൽക്കുന്നത് ഭയങ്കര പാടാണ്. പ്ലസ് നിങ്ങൾ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ വാങ്ങി വയ്ക്കുവാണെങ്കിൽ രക്ഷപ്പെട്ടു. മാർക്കറ്റിൽ നിങ്ങൾ ചെല്ലുവാണെങ്കിൽ 2,00,000 തന്നെ വാങ്ങും നിങ്ങൾ എടുത്തിരുന്ന്. വെള്ളി അതിൻ്റെ മുകളിൽ കിട്ടുവാണെങ്കിൽ 220 230ക്കൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ ചാൻസിൽ പ്രയോഗിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെള്ളി വോളറ്റൈലാണ്, ഇത് മോണിറ്ററി മെറ്റൽ അല്ല എന്ന്. ഗോൾഡ് തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ പോയ ആഴ്ചയിൽ 2% ലോസാണ്. യെസ്, ഓൺലി 2%. എന്ത് അടി എന്ന് പറഞ്ഞാൽ ചൈനക്കാരുടെ അടിച്ച അടിയാണ്. വേദനിക്കുന്നു ഒരുപാട് ആൾക്കാർക്ക്. ഭയങ്കര വേദനയാണിത്. ഇവിടെ നിന്ന് സ്വർണം കയറുമോ എന്ന് ചോദിച്ചാൽ കയറും. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് സെറ്റിലായി തന്നെ കയറും. ഒരു 3 മാസം സമയം എടുത്തുകൊണ്ട് കയറും. അതിൻ്റെ ശേഷം ആദ്യത്തെ ന്യൂസ് ഇന്നലെ ബഡ്ജറ്റിൽ ഫൈൻ പ്രിന്റ് എന്ന ഒരു ടേം വന്നിരിക്കുന്നു. ഫൈൻ പ്രിന്റ് എന്ന് പറയുവാണെങ്കിൽ ആരും അറിയാതെ ഒരു പേജിന് അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കും. 12 ലൈൻ ഇൻസേർട്ട് ചെയ്തായിരുന്നു. ഈ 12 ലൈനിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയിലുള്ള മിഡിൽ ക്ലാസിൻ്റെ കനവിനൊക്കെ അങ്ങനെ തകർത്തെറിഞ്ഞു. അവരും ഗോൾഡ് ബോണ്ട് നമുക്ക് വേണ്ട, അതിനെ തൊടണ്ട, അത് ഭയങ്കര പാടാണ്, നമ്മൾ അകപ്പെട്ടു പോകും എന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വട്ടം പലവട്ടം അടി വാങ്ങിയതിൽ ഇതൊരു വലിയ അടിയായിട്ടാണ് ഇപ്പോൾ വിറന്നിരിക്കുന്നത്. സർക്കാർ നിങ്ങളെ കാറ്റാടി കാണിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് നടന്നു പോയി. നിൽക്കുന്ന സമയം എന്ത് പറഞ്ഞു, ആര് വേണമെങ്കിലും വച്ചിരിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ക്യാപിറ്റൽ ഗെയിനും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞ് നമ്മളെ അതിൻ്റെ അകത്താക്കിയത്. നിങ്ങളൊരു 10,000 രൂപ പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ നോക്കാം? 10,000 രൂപ അതിൽ നോക്കരുത്. നിങ്ങൾ ആരാണ് വാങ്ങാൻ പറഞ്ഞത് എന്ന് ഇപ്പോൾ ചോദിച്ചിട്ട് ഇപ്പോൾ പുതിയതായിട്ട് റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം നിങ്ങൾ ഫസ്റ്റിലിരുന്ന് 7 വർഷം വച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിംസ് ഇല്ല. ഇടയ്ക്ക് വിൽക്കുവാണെങ്കിൽ അതായത് ഇപ്പോൾ 10,000 രൂപ ലാഭം നോക്കി ഇടയ്ക്ക് വിൽക്കുവാണെങ്കിൽ 1,250 എനിക്ക് തരുന്നു. ഈ ഇടയ്ക്ക് വിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ക്യാപിറ്റൽ ഗെയിംസ് കെട്ടണം. ഒരു കാര്യം, നിങ്ങൾ വിറ്റ് ഇപ്പോൾ നമ്മൾ രാജ വാങ്ങുവാണെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അതായത് ഞാനും ക്യാപിറ്റൽ ഗെയിൻ കിട്ടണം,
15,000 വാങ്ങി ഇപ്പോൾ 25,000 വിറ്റെന്ന് വെച്ചോ, അവരും ക്യാപിറ്റൽ ഗെയിൻസ് കെട്ടണം. ഇപ്പം ബേസിക്കലി ആരാദ്യം വാങ്ങുന്നോ, അതായത് IPOയിൽ വാങ്ങിയുണ്ട്, ബോണ്ടിന് തിരികെ വാങ്ങുന്നവരെ നമ്മൾ വയ്ക്കുവാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഇല്ല. മറ്റെല്ലാവർക്കും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഈ വട്ടി എന്ന് പറഞ്ഞൊരു 2.5% കൊടുക്കുന്നല്ലേ, അതിന് നിങ്ങളെ ഇൻട്രസ്റ്റ് ഇൻകം കൂടെ ചേർത്ത് നിങ്ങളെ സ്ലാബ് റേറ്റ് പ്രകാരം ടാക്സ് കെട്ടണം. സപ്പോസ് നിങ്ങൾ 30% സ്ലാബിൽ ഇരിക്കുവാണെങ്കിൽ അത് കെട്ടി തന്നെ ആവണം. ഈ ടാക്സ് ബെനിഫിറ്റിന് പറയണതിന് ഒരേ ദിവസത്തിൽ ഗോവിന്ദ ചെയ്തു. ഞാൻ എന്ത് പറഞ്ഞു, ഡീമോ ചെയ്യും എന്ന് പറഞ്ഞു. ഇത് ഡീമോയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. 30,000 പോയി എന്ന് വെച്ചോ, 1 ലക്ഷം കോടിയൊക്കെ കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളാ നോക്കിയ ഒരു വില പറയും, ആ വിലയ്ക്ക് നിങ്ങൾ എടുത്തോണ്ട് പോവാം. ടാക്സിനെ കെട്ട് എന്നും പറയും. SGBയിൽ നിങ്ങളെ പറ്റിച്ചോ എന്ന് പറയണമെങ്കിൽ ഒരു ഭാഗ്യമുണ്ടല്ലേ, നമ്മളതിനെക്കുറിച്ച് വിശ്വസിക്കാൻ പറഞ്ഞിട്ട് കളുത്തിറക്കുന്ന പോലെയാണിത്. 500 രൂപ നോട്ട് 1000 രൂപ നോട്ട് പോലെ ആയി. നമ്മളൊക്കെ മിഡിൽ ക്ലാസ് അല്ലേ, നമ്മളങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് തിരികെ പോവും. എന്തെന്ന് വെച്ചാൽ ബയോസിമിലേഴ്സ് ആൻഡ് ബയോളജിക്കൽ ഡിവൈസസിൽ റെഡ്ഡി ഒരേ ഖുഷിയിലിരിക്കുന്നു. കറക്റ്റായ സമയം കറക്റ്റായ കാര്യത്തിന് ഫോക്കസ് ചെയ്തതെന്ന് പറയുന്നു. ഇപ്പോൾ കിരൺ മസുന്ദർ സായും പറയുന്നു കറക്റ്റായ സമയം കറക്റ്റായ സ്ഥലത്തിൽ പുഷ് ചെയ്തു എന്ന് പറയുന്നു. എന്ത് പറയുന്നു എന്നാൽ ജനങ്ങൾ ഒരുപാട് ഗോൾഡ് വാങ്ങത്തില്ല ഈ റേറ്റിൽ പോലെങ്കിൽ. അപ്പം ഞങ്ങൾ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് വിൽക്കാൻ പോകുന്നു പറയുന്നു. ഇപ്പം അവർ പുറകെ പോയിരിക്കുന്നു, ലാബ് ഗ്രോൺ ഡയമണ്ട്സിൻ്റെ പുറകെ. കാർ സെയിൽസൊക്കെ വളരെ നന്നായിരിക്കുന്നു. ഉണ്ടായി വന്നിട്ട് 11% കയറിയെന്ന് പറയുന്നു. ടാറ്റ പറയുന്നു 15% കയറിയെന്ന്. രാത്രിയും കാട്ടിൽ വലിയ സർപ്രൈസ് എന്തെന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ എന്ത് പറയുന്നു എന്നാൽ 22,000 കാർ വിറ്റു, അതിൽ 71,600 കാറ് ഇന്ത്യയിൽ വിറ്റെന്നാണ് പറയുന്നു. ഇരിക്കുന്ന 700 ചില്ലറ കാർ വന്നിട്ട് വെളിനാട്ടിൽ വിറ്റതായിട്ടാണ് പറയുന്നു. ഈ മാസത്തിൽ നെക്സൺ 10 ലക്ഷം കാർ തീർന്നു. ഞങ്ങൾ 24,000 പഞ്ച് ആൻഡ് ഗോയിങ് വിറ്റിരിക്കുന്നു. ഷമി ടിയാഗോ എന്ന് പറഞ്ഞൊരു വണ്ടി വച്ചിരിക്കുന്നില്ലേ, അതും സൂപ്പർ ഹെയിൽ സോണി 7 ലക്ഷം വണ്ടി വിറ്റിരിക്കുന്നു. സോ അതും 10 ലക്ഷം ക്രോസ് ആവും. ഇൻഡിഗയ്ക്ക് ശേഷം നെക്സോൺ 10 ലക്ഷം, പഞ്ച് 10 ലക്ഷം, ടിഗാർ 10 ലക്ഷം അടിക്കും. 10 ലക്ഷം കാർ അടിക്കും. ടാറ്റ ഈസ് ഹിയർ ടു സ്റ്റേ എന്ന് നോക്കുകയാണെങ്കിൽ നമ്പർ 2 നമ്പർ 3 പൊസിഷന് മാറി വരും. ഒരു ലോങ് ടേം നമ്പർ 2 പോവും. ചില അവരുടെ അടുത്ത് സിഡാനും ഇരിക്കുന്നു, എല്ലാം ഇരിക്കുന്നു. ഫാർമ ഇന്നലെ കയറുന്നത് പോലെ കയറ്റി അടിച്ചായിരുന്നു. അപ്പ് ആൻഡ് അപ്പ് പ്രോഫിറ്റ്സ് ആണ്. അവർ ഇപ്പോൾ സേഫ്റ്റി ആയിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. ടാറ്റ കമ്മ്യൂണിക്കേഷൻ വന്ന് ഒരു 7 ഡിജിറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഒരാളെ റിസൾട്ട് നന്നായിട്ടില്ല. ഇന്ന് രാവിലെ ഒരു 4% അടിയാണ്. ഏതാ നോക്കിയാലും അടിയായി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓല എന്ത് പറയുന്നു എന്നാൽ 10% 5% ആൾക്കാരിന് ഇന്ന് തന്നെ ജോലിയിൽ ഇരുന്ന് അയച്ചിരിക്കുന്നു. ഇന്നും ഒരു 5% അയക്കുന്നു. ഇനിയെങ്കിലും ടേൺ അറൗണ്ട് മാത്രമായാൽ മതി എന്ന് പറയുന്നു. ഈ സമയം എൻവിഡിയ എന്ത് പറയുന്നു എന്നാൽ 100 ബില്യൺ ഞങ്ങൾ ഓപ്പൺ എയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതൊക്കെ ഞങ്ങളിപ്പോൾ പറയുന്നത് സത്യമാണ്. ഇത് പറഞ്ഞ നോക്കുന്നവർക്കിനെ നൂലിനെ പിടിച്ചുവിടും. ഈച്ച് കേസ് ബൈ കേസ് കാശ് കൊടുക്കും. വെയിറ്റായിട്ട് $100 ബില്യൺ കഴിയുന്നത് ഇമ്പോസിബിൾ ആണ്. IDFC ബാങ്ക് എന്ത് ചെയ്യുന്നു എന്നാൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറഞ്ഞിരുന്നാലും 48% പ്രോഫിറ്റ് കയറിയിരിക്കുന്നു. എന്നുവെച്ചാൽ ബെറ്റർ NPA മാനേജ്മെൻറ്റ്, അസറ്റ് നന്നായി എടുത്തിരിക്കുന്നു. 48% മാർജിനിൽ വേറെ സോളിഡായിരിക്കുന്നു. അടുത്തത് എക്സൈഡ് എന്ത് പറയുന്നു എന്നാൽ 5% പ്രോഫിറ്റ് കയറിയിരിക്കുന്നു എന്ന് പറയുന്നു. സോ എക്സൈഡും നല്ല റിസൾട്ട് കൊടുത്തിരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നു. മറ്റുമാ കയറ്റാൻ പറ്റും, ഞങ്ങളും കേറ്റുമെന്ന്. ഹീറോ മോട്ടോർ കാർപ്പ് 27% ടോട്ടൽ സെയിൽസ് കയറിയിരിക്കുന്നു. ഹുണ്ടായി മോട്ടറും ഒരു 10% സെയിൽസ് കയറിയിരിക്കുന്നു. കിർലോസ്കറും 12% അവരുടെ സെയിൽസ് കയറിയിരിക്കുന്നു. 15% അവരുടെ സെയിൽസ് കയറിയിരിക്കുന്നത്. ദമ്മടിക്കുന്നത് ഒരു കോസാണ്. അതിൻ്റെ വില വന്നിട്ട് 55 രൂപ പെർ പാക്കറ്റ് കയറിയിരിക്കുന്നു. ഹൈ എൻഡ് സിഗരറ്റ് അപ്പം എന്ത് നടക്കുമെന്ന് വെച്ചാൽ ചൈനയ്ക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അവിടെ നിന്ന് ഇവിടെ സ്മഗ്ലിംഗ് കൂടും. ടീക്കടയിൽ തന്നെ ചൈന സിഗരറ്റ് ഡിസ്ട്രിബ്യൂഷൻ റീച്ച് ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. 24 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ അവിടെ 12 രൂപയ്ക്ക് ഇരിക്കുന്നു എന്ന് പറയുന്നു. സോ ചൈനക്കാരൻ സെയിം ടു സെയിം കോപ്പി അടിച്ച് ടാക്സ് കെട്ടാതെ കൊണ്ടുവന്ന് ഇറക്കി വിറ്റുകൊണ്ടിരിക്കുന്നു. ഈ ബാക്കി ചാം എന്ന് പറയുന്ന ലേഡി അതിന് ലാൻഡ് സെയിൽ വിട്രിക്ക് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർ ആ അമ്മയുടെ പോപ്പുലാരിറ്റി ഹൈ ആയിരിക്കുന്നു. സെയിൽസ് ടാക്സിനെ കുറയ്ക്കുമെന്ന് പറയുന്നു. ഇത് കാരണം അവിടെ ബോണ്ട് മാർക്കറ്റിൽ പ്രശ്നം വരും എന്ന് എതിർനോക്കുന്നു. ബോണ്ട് മാർക്കറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഗോൾഡ് തിരികെ കയറും. ട്രംപ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും രക്ഷിക്കാൻ ജപ്പാനെ എന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾ ഡോളറിന് വിറ്റ് എന്നൊക്കെ വാങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞിരിക്കുന്നു.
അതിൽ എന്ത് നടക്കുമെന്ന് നമ്മൾ ക്ഷമയോട് കാത്തിരുന്ന് നോക്കാം. പക്ഷേ ഇവിടെയുള്ള മെയിൻ സ്റ്റോറി ഗോൾഡും വെള്ളിയും അടിച്ചതാണ്. ETF-ൽ 25% 30% ലാസ് എന്ന് പറയുന്നു. പിന്നെ വളരെ സൂക്ഷിക്കണം. ഈ ലാസൊക്കെ നാളെ തന്നെ കൺഫേം ആവും. പക്ഷെ വലിയ ലാസാ കൂടെ ഇരിക്കാം. ഇത് കാരണം തന്നെ ഞാൻ വെള്ളീന് വാങ്ങണ്ട എന്ന് പറഞ്ഞത്. ETF-ഉം വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഫിസിക്കലാണ് വച്ചിരിക്കുന്നത് നല്ലതാണ്. നന്ദി, നമസ്കാരം.